പാർട്ടി സെക്രട്ടറി ആണത്രേ. എടോ, പാർട്ടി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാലേ അതൊരു മഹത്തായ പദമാണ് കേട്ടോ, മഹത്തായ പദവിയാണ്. എത്ര എത്ര മഹാരഥന്മാരിരുന്ന കസരയാണെന്നറിയോ? അവിടെയാണെടോ താൻ തന്റെ ആസനമിട്ട് ഉറയ്ക്കുന്നത്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് തനിക്ക് അറിയടോ? കമ്മ്യൂണിസത്തിന്റെ ABCD അറിയടോ ഗോവിന്ദ? നിനക്ക് കള്ളത്തരം പറയാനല്ലാതെ വല്ലതറിയോ? കളിമാഷെ. എന്നിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വരികയാണ്. ആയിട്ടില്ല. കേരളത്തിലെ ഒരു ജനതയെയും കേരളത്തിലെ ഒരാളെയും പഠിപ്പിക്കാൻ അപ്പം ഗോവിന്ദ നീ ആയിട്ടില്ല കേട്ടോ. മിണ്ടരുത്. കള്ളത്തരം പറയാൻ വേണ്ടി മാത്രം തുറക്കുന്ന വായ. എന്നിട്ട് സതീശനെ പഠിപ്പിക്കുകയാണ്. എടോ, തനിക്കൊന്ന് 1000 വട്ടം ജനിച്ചാലും നിനക്കൊന്നും ഒരു സതീശനാവാൻ പറ്റില്ലടോ. ഗോവിന്ദൻ പറയാൻ ഉളുപ്പില്ലാതെ VD സതീശന്റെ നുണ യാത്ര എന്ന് പറയുന്നത്. VD സതീശന്റെ യാത്രയുടെ പേര് ഗോവിന്ദൻ ഇട്ടത് എന്ത് യാത്രയാണ്? നുണയാത്ര. അപ്പൊ ഗോവിന്ദന്റെ യാത്രക്ക് എന്ത് നമ്മൾ പേരിടും? ഗോവിന്ദന്റെ യാത്രക്ക് നമ്മൾ എന്ത് പേരിടും? എന്നിട്ട് പറയാ, ആ നുണയാത്രയിലെ ഏറ്റവും വലിയ നുണ എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന നുണയാണ്. എടോ ഗോവിന്ദ, അപ്പം ഗോവിന്ദ, ആരോഗ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ലടോ. ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നതാണടോ നുണ. ലോകം മുഴുവൻ കേട്ടിട്ടും കണ്ടിട്ടും ഉളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ? ഉളുപ്പുണ്ടോ? മന്ത്രിക്കരികിലേക്ക് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയില്ല എന്നാണ് സതീശനും UDF നേതാക്കളും പറയുന്നത്. സതീശനും UDF നേതാക്കളും അല്ലടോ ഊളെ, നമ്മളെല്ലാവരും കണ്ടതാടോ, കണ്ണുകൊണ്ട് കണ്ടതാടോ. ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് KSUക്കാർ ആരും എത്തിയിട്ടില്ലടോ. താൻ എന്താണ് വിചാരിച്ചത്? തന്റെ വായി തോന്നിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നതാണോ വിചാരിച്ചത്? ഊളെ, ഇനിയും അത് തോന്നിയാസ വർത്താനം പറഞ്ഞു വന്നിട്ടല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ കെട്ടിവെച്ച പൈസ പോലും കിട്ടില്ലട്ടോ. ഓർത്ത് വർത്താനം പറഞ്ഞോ. പാർട്ടി സെക്രട്ടറി ആണത്രേ. എടോ, പാർട്ടി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാലേ അതൊരു മഹത്തായ പദമാണ് കേട്ടോ, മഹത്തായ പദവിയാണ്. എത്ര എത്ര മഹാരഥന്മാരിരുന്ന കസരയാണെന്നറിയോ? അവിടെയാണെടോ താൻ തന്റെ ആസനമിട്ട് ഉറയ്ക്കുന്നത്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് തനിക്ക് അറിയടോ? കമ്മ്യൂണിസത്തിന്റെ ABCD അറിയടോ ഗോവിന്ദ? നിനക്ക് കള്ളത്തരം പറയാനല്ലാതെ വല്ലതറിയോ? കളിമാഷെ. എന്നിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വരികയാണ്. ആയിട്ടില്ല. കേരളത്തിലെ ഒരു ജനതയെയും കേരളത്തിലെ ഒരാളെയും പഠിപ്പിക്കാൻ അപ്പം ഗോവിന്ദ നീ ആയിട്ടില്ല കേട്ടോ. മിണ്ടരുത്. കള്ളത്തരം പറയാൻ വേണ്ടി മാത്രം തുറക്കുന്ന വായ. എന്നിട്ട് സതീശനെ പഠിപ്പിക്കുകയാണ്. എടോ, തനിക്കൊന്ന് 1000 വട്ടം ജനിച്ചാലും നിനക്കൊന്നും ഒരു സതീശനാവാൻ പറ്റില്ലടോ. പറയുന്നതിന് ഒരു ചെളിപ്പ് വേണ്ടേ? എന്നിട്ട് പറയാണ്, സംഭവിച്ചത് കേരളം മുഴുവൻ കണ്ടതാണ്. ഇയാള് സംഭവിച്ചത് കേരളം മുഴുവൻ എന്താണ് കണ്ടത്? എന്താ ഗോവിന്ദ കേരളം മുഴുവൻ കണ്ടത്? പറയടോ. ആയുധം കൊണ്ട് ആക്രമിക്കുന്നതാണോ? നിന്റെ മറ്റേ ഗവൺമെന്റ് പറഞ്ഞ പോലെ ആയുധം കൊണ്ട് ആക്രമിക്കുന്നതാണോ കേരളം മുഴുവൻ കണ്ടത്? കേരളം മുഴുവൻ കണ്ടത്രേ. ലോക നുണയൻ, പെരുന്നുണയൻ താനാണല്ലോ. താനിതാ ഇതിലൂടെ തെളിയിച്ചതാണ്. ഇത് ഞാനല്ല പറയുന്നത്, കേരളമതി പത്രം പറയുകയാണ്. കേരളമതി പത്രമല്ല പറയുന്നത്, പത്രം നീ പറഞ്ഞത് പ്രസിദ്ധീകരിച്ചതാണ്. സംഭവിച്ചത് കേരളം മുഴുവൻ കണ്ടതാണത്രേ. കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. വിനോദിനിയുടെ അമ്മയുടെ മുഖത്ത് നോക്കി പറയണം കേട്ടോ. വലത് കൈ മുറിച്ചു കളഞ്ഞ 9 വയസ്സുകാരി പെൺകുട്ടിയുടെ അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയണം ഗോവിന്ദ, കേരളത്തിലെ ആരോഗ്യരംഗം മഹത്തരമാണ് എന്ന്. നെഞ്ചുവേദന കൊണ്ട് ആൻജിയോഗ്രാമിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലെത്തിയ ഒരു പാവം ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ 5 ദിവസം തിരിഞ്ഞു നോക്കിയില്ല, ആ മനുഷ്യൻ മരിച്ചുപോയി. ആ മനുഷ്യന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി പറയണം ഗോവിന്ദ, കേരളം നമ്പർ 1 ആണെന്ന്. ഹർഷീന അല്ലേ, കത്രിയ ശരീരത്തിനുള്ളിൽ വെച്ച് തുന്നിക്കുട്ടിവിട്ട കോഴിക്കോട്ടുകാരിയായ ഹർഷീന, ഉഷ ജോസഫ് രണ്ടാമത്തെ സ്ത്രീ, ഇവരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ICUവിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗത്തിന് വിധേയയായ മറ്റൊരു സ്ത്രീ, ഇവരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് പറയണം ഗോവിന്ദ നമ്പർ 1 ആണ് എന്ന്. അടികിട്ടും ചെകിട്ടത്താഞ്ഞടിക്കും ഈ പെണ്ണുങ്ങൾ കേട്ടോ, ഓർമ്മിച്ചോ. അത്രേ ഞാൻ പറയുന്നുള്ളൂ.
കേരളത്തിലെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. എം വി ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി. ഇതാ ഇനി കൂടുതൽ വേണം നിങ്ങൾക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ? അന്തംഗമ്മികൾക്ക് മനസ്സിലാവില്ല. എന്തായാലും വസീഫ് വീണ്ടും സതീശന്റെ നുണകൾ പറയൽ മത്സരം നടത്തും. എടോ വസീഫേ, കേൾക്കടോ. യൂത്ത് കോൺഗ്രസ്സുകാര് 1 ലക്ഷം രൂപ, 1 പവൻ, കുഴിമന്തി ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു വിഷ്വൽ എടുത്തു കൊടുത്താൽ മതി. എന്തേ എടുക്കുന്നില്ലേ? ലോകം മുഴുവൻ കണ്ടതല്ലേ എം വി ഗോവിന്ദൻ. മാത്രമല്ല എം വി ജയരാജൻ, വേറൊരു മുതലുണ്ട് കണ്ണൂരിൽ, എം വി ജയരാജൻ, ന്യായാധിപന്മാരെ ശുംഭൻ എന്ന് വിളിച്ച ശുംഭൻ. ആ ശുംഭൻ എന്താ പറഞ്ഞു അറിയോ? മൂപ്പര് ഇങ്ങനെ കഴിഞ്ഞ ഏതൊരു ചർച്ചയിൽ ഫോൺ ഇങ്ങനെ കാണിച്ചിട്ട് എന്റെ കയ്യിൽ തെളിവുണ്ട്, ഇതാ ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് കറുത്ത തുണിയുമായി പോകുന്നു. ആരാ? ഗൺമാൻ. അവൻ ആരോഗ്യമന്ത്രിയുടെ കഴുത്തിനിടിച്ചത് ഗൺമാനാണ്. അറസ്റ്റ് ചെയ്തെന്നാല് ഗൺമാനെ പച്ച കള്ളവും പറഞ്ഞിട്ട് ഒക്കെ നിങ്ങൾ അനുഭവിക്കും കേട്ടോ. ഒക്കെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. ഈ ഒരു വീണ ജോർജിന്റെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായതോടുകൂടി നിങ്ങൾക്ക് കിട്ടാനുള്ള വോട്ടുകളുടെ പകുതിയും പോകും. ഒരു സംശയമില്ല കേട്ടോ, ഒരു സംശയമില്ല. ആരാണിടോ കള്ളമായി വോട്ട് ചെയ്യുക? ആരാണിടോ കള്ളത്തരം പറയുന്നവർക്ക് വോട്ട് ചെയ്യുക? കിടക്കുകയാണ് ICUവിൽ ഫോട്ടോഷൂട്ട്. ഇന്നലെ മറ്റേ ഷമ്മാസ്, കണ്ണൂരിലെ യുവ നേതാവ് ഷമ്മാസ് ആ ചിത്രം പുറത്തിട്ടിരുന്നു. വീണ ജോർജ് കിടന്നിട്ട് എന്താ പറയാ ചിരിച്ചുല്ലസിക്കുകയാണ് മറ്റേ നഴ്സുമാരുടെ ഒക്കെ കൂടെ. ICU ആണത്രേ. ICUവിലേക്ക് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ആൾക്കാരും കൂട്ടം കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ICUവിൽ പൊളിഞ്ഞു പോയില്ലേ അല്ലേ? ഈ പൊളിഞ്ഞ നാണം കെട്ടാൽ ആൾക്കാർ പിന്നെ പുറത്തിറങ്ങില്ല. നമ്മൾ കള്ളത്തരം പറയും. കള്ളത്തരം ആൾക്കാർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചമ്മി നാറിയ വഴിക്ക് പോകില്ല. അന്തംഗമികൾ അങ്ങനെയല്ല. കള്ളത്തരം പറയും, പിടിച്ചു കഴിഞ്ഞാലും ഒരിങ്ങനെ ചിരിക്കും. അപ്പം ഗോവിന്ദന്റെ ഇളിഞ്ഞ ചിരി മതി. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം കേട്ടോ. കേരള കൗമുദിയുടെ പ്രതികരണ പേജിൽ ഇതിന്റെ ബാക്കി കൂടി കാണിക്കാം. അപ്പോഴേ ഈ നുണകളുടെ ഒരു കൊട്ടാരം. കേരള കൗമുദിയുടെ 7ാം പേജിൽ എം വി ഗോവിന്ദന്റെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സതീശന്റെ നുണ എന്നാണ് കേട്ടോ ടൈറ്റില്. കേട്ടായിരിക്കും സതീശന്റെ നുണയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. ഇതാ താഴെ ഗോവിന്ദന്റെ പടമൊക്കെ വെച്ചിട്ട് ആരോഗ്യമന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നത് VD സതീശന്റെ നുണജാഥയുടെ ഇന്നലത്തെ നുണയാണ്.